ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചൂണ്ടുവിരലുകൾ. ഇന്നത്തെ ലോകത്ത് മറ്റുള്ളവരുടെ നേരെ കൈവിരൽ ചൂണ്ടുക എന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ നമ്മുടെ നേരെ വരുന്ന കൈവിരലുകളെ നമ്മൾ വളരെ ബുദ്ധിപൂർവം മടക്കി അയക്കാറുണ്ട്. എന്നിട്ട് മറ്റുള്ളവരുടെ നേരെ കൈ വിരലിൽ ചൂണ്ടുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രത്യേകതയാണ് ഈ കാലഘട്ടത്തിൻ്റെ. ഈ പീഡാസഹന വേളയിൽ ഈശോയുടെ പീഡാസഹന യാത്രയിലും നമ്മൾ കണ്ടുമുട്ടുന്നത് ഇങ്ങനെയുള്ള കൈവിരൽ ചൂണ്ടുന്നതാണ്. ഈശോയെ പടയാളികൾ ഒരു കുറ്റവാളിയെ പോലെ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ പരിചാരകർ വന്ന് തൻ്റെ കൂടെ നടന്ന പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, നീയും ഇവനിൽ ഒരാളല്ലേ? തൻ്റെ ജീവൻ വലുതാണെന്ന് കാണുമ്പോൾ പത്രോസ് ഏറ്റവും വലിയ ഒരു ശിഷ്യൻ എന്ന രീതിയിൽ പോന്നിട്ട് അവസാനം തൻ്റെ ജീവനെ പ്രതി അത് അവിടെ തള്ളിപ്പറയുകയാണ് ഈശോനെ. അതുപോലെ തന്നെ പീലാത്തോസ് ചോദിക്കുന്നുണ്ട്, ബറാബാസിനെ ആരെ വിട്ടുതരണമെന്ന് ചോദിക്കുമ്പോൾ ബറാബാസിനെ എന്ന് പീലാത്തോസിനോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവദൂഷണം പറയുന്ന യേശുവിനെ ക്രൂശിക്കൂ എന്ന് കൈവിരലുകൾ ചൂണ്ടി പറയുന്നുണ്ട്. ഇതൊക്കെ സ്വന്തം ജീവന് വില കൊടുക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവൻ നിസ്സാരമായി കാണുന്ന ഒരു പ്രവണതയാണ്. ഇത് ഈ മറ്റുള്ളവരുടെ ജീവിതത്തിലെ പതനം കാണുമ്പോൾ സന്തോഷിക്കുകയും നമ്മുടെ ജീവിതത്തിലെ എന്ത് ത്യാഗം സഹിച്ചും നമ്മളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഈശോയുടെ പീഡാസഹന യാത്രയിൽ ഉടനീളം നമ്മൾ ആ ജനതയിലൂടെ കാണുകയാണ്. പ്രിയമുള്ളവരെ, ഈ നോമ്പകാലത്ത് ഈശോയുടെ പീഡാസഹനങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് കൈവിരലുകൾ ചൂണ്ടാതെ നമ്മുടെ കുറവുകളിലേക്ക് തിരിഞ്ഞു നോക്കുകയും നമ്മുടെ കുറവുകളെക്കുറിച്ച് മനസ്സിലാക്കി അനുദപിച്ച് നല്ലൊരു ജീവിതം നയിക്കുവാൻ നമ്മളെ പ്രാപ്തനാക്കണമെന്ന് നമ്മുടെ നല്ലവനായ ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.